വള്ളിനരികളുടെയും കുറുനരികളുടെയും ആവാസ കേന്ദ്രം, ഒറ്റപ്പെട്ടൊരു മലപ്രദേശം. അവിടെ ഇന്ന് ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്ത് കിടക്കാം എന്നുള്ളതാണ് നമ്മളുടെ പരിപാടി. അപ്പോൾ നമുക്ക് കുറുക്കന്മാരുടെ സൗണ്ട് കേട്ടത് ആ ഒരു ഭാഗത്തുനിന്നാണ്. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വള്ളിനരിയും കുറുനരിയും എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് കുറുക്കന്മാർ കണ്ടു എന്ന് പറയുന്ന സംഭവമാണ്. പക്ഷേങ്കിൽ അത് ജാക്കുകളാണ്, കുറുക്കനല്ല എന്ന് ഏറെക്കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും. നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ കുറുക്കന്മാർ ഇപ്പം നമ്മുടെ നാട്ടിലില്ല. 2013 ലാസ്റ്റായിട്ട് പെരിയാറിൽ അതിനൊന്ന് സ്പോട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞാൽ, അങ്ങനെ അറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. എന്തായാലും ഇവിടെയൊക്കെ ഉള്ളത് ജാക്കോകളാണ്, അതായത് വള്ളിനരി, നമ്മൾ വള്ളിനരി എന്നും കുറുനരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സാധാരണ വള്ളിനരി എന്നും കുറുനരി എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ ക്യാമ്പിങ് പോകുന്നത് കേട്ടോ. കുറച്ച് ഡേഞ്ചറാണ്, കാരണം ഇവർ കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ച് ഇവിടെയുള്ള കോഴി, ആട് പോലത്തെ സംഭവങ്ങളൊക്കെ ആക്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടാവോ എന്നുള്ളത് ഒന്നും അറിയില്ല. എന്തൊക്കെയായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള കുന്നിൻ ചെരുവിൻ്റെ താഴ്വരയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ദൂരം ട്രക്ക് ചെയ്ത് പോകാണ്ട് നമ്മളുടെ ബാക്ക് ബാഗ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴിയുണ്ട്, വേണമെങ്കിൽ നമ്മൾക്ക് ബൈക്കൊക്കെ ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വഴിയിലൂടെ കൊണ്ടുപോകാം എന്ന് കരുതിയാണ്ട് മലയ്ക്ക് മുകളിലേക്ക് വഴിയുണ്ട് എന്നല്ല പറഞ്ഞത്. കുറച്ച് ദൂരമൊക്കെ നമുക്ക് വണ്ടിയായിട്ട് പോകാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് പിന്നെ നമ്മൾ ട്രക്ക് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രക്ക് ചെയ്താണ് പോകുന്നത്. നമുക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം നടക്കണം, എന്നാലും നമ്മൾ സ്പോട്ടിലേക്ക് എത്തുള്ളൂ എന്നാണ് കരുതുന്നത്. സ്പോട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല എവിടെയാണെന്നുള്ളത്. നമ്മൾ പോയാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് തികച്ചും രാത്രി ആയി കഴിഞ്ഞാൽ ഭയാനകമാണ്, പേടിക്കേണ്ട സംഭവങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ വന്യമൃഗങ്ങളുടെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തരണം ചെയ്തിട്ട് വേണം ഇന്നത്തെ നമ്മളുടെ ക്യാമ്പിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നോക്കാം, നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടി ചെയ്യാൻ നേരിട്ട് ചെയ്യുവാണ്. ഈ ഒരു മലയുടെ ആ ഒരു ഭാഗമൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്വരയിൽ കുറച്ച് റബ്ബറൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് വിറക് കിട്ടുവാണെങ്കിൽ അതൊക്കെ ശേഖരിക്കണം. പോയൊക്കെ നമുക്ക് മേലെ ഇതിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇതുവഴിയൊക്കെ വന്നിട്ട് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് കണ്ടറിയാൻ വേണം. കൊള്ളാം, എന്തായാലും അടിപൊളി ഏരിയ ആണ്. സത്യം പറഞ്ഞാൽ കുഴങ്ങി. നമ്മളൊന്നിലേറെ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നുള്ള ജോലിയാണ് നമ്മളത്. ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കണതുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ നടത്താൻ കാര്യമൊന്നും വലിയൊരു ദമ്മായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് കിതയ്ക്കും ഞാനൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണിത്. ഇവിടെ താഴ്വരയിൽ കുറച്ച് റബ്ബറുണ്ടെന്ന് പറഞ്ഞത്, ആ റബ്ബറുകളാണിത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും നെറുവിൽ പോകണം നമ്മൾ. ഇവിടെ അങ്ങോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്. ഓഫ് റോഡിങ് ജീപ്പായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ അങ്ങനെ ആരും ഒന്നും ചെയ്യാറൊന്നുമില്ല. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ ഒരു എന്താ പറയുക, കുന്നിൻ്റെ മുകളിലേക്കുള്ള ഒരു ക്യാമ്പിംഗ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ 2 ക്യാമ്പാണ് ചെയ്തത്. ആ ചെയ്ത് രണ്ടും നമ്മൾ പാടത്തായിരുന്നു. അത് എനിക്കൊരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിൽ ചെയ്തത്. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഓക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പിംഗ് ഒന്ന് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം എന്ന് കരുതിയിട്ട് മലമുകളിലേക്ക് മാറ്റുന്നത്. ഇപ്പം തന്നെ അതൊരു നായ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയാൻ തന്നെ, ഇതിൻ്റെ താഴ്വാരയിലേക്കൊക്കെ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് നരിമടക്കൽ എന്നാണ്. അതായത് നരികൾ കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു കാടാണ്. ആ ഒരു കാട്ടിലെ ഫോറസ്റ്റ് അല്ല, എന്നാൽ ഫോറസ്റ്റ് തന്നെ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കാടാണല്ലോ, അല്ലാതെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥലമല്ല. പക്ഷേങ്കിൽ ടൈറ്റ് കാടാണ്, അടിപൊളി വ്യൂ ആണ്, സമ്മായിരിക്കും, സൂപ്പറായിരിക്കും. വാങ്ങി പാകണം. കൊടും കുത്തനെയുള്ള കയറ്റമാണ്. നമുക്കിങ്ങനെ നടന്നു വരുമ്പോൾ സ്ലോലി വരാൻ വേണ്ടി പറ്റുന്നുള്ളൂ. എന്നാൽ ബാഗിൻ്റെ വെയിറ്റ്, വാട്ടർ ക്യാനിൻ്റെ വെയിറ്റ്, ഇതൊക്കെ നമ്മൾ വഹിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. ഞാനിങ്ങനെ ഓരോരോ ആളുകൾ ട്രക്കിങ്ങിന് പോകുമ്പോഴേ അവരുടെയൊക്കെ ലഗേജ് എന്നൊക്കെ പറയുമ്പോൾ സാധ്യ വെയിറ്റ് ആയിരിക്കും. 50-60 കിലോനൊക്കെ ചുമന്നിട്ടാണ് അവരൊക്കെ പോകുന്നത്. അപ്പോൾ അവരൊക്കെ അല്ലേ അടിപൊളി. കുറേ ദൂരം കയറിയപ്പോഴാണ് ഇതുപോലത്തെ ഒരുപാട് ചിക്കിച്ചകഞ്ഞ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഇവിടെ ഞാനീ പറഞ്ഞതുപോലത്തെ കുറുനരി മാത്രമല്ല ഉള്ളത്, മുള്ളംപന്നി. ഞങ്ങളുടെ മുള്ളുള്ള ആ ഒരു പന്നി, പന്നിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനമാണ്. ചെന്നപ്പോൾ നമ്മളൊരു മുള്ളംപന്നി എന്നാണ് പറയാറ്. ആ പന്നിൻ്റെ യാതൊരു സ്വഭാവം അതിനില്ല. ഈ മുള്ളംപന്നികളുടെ മുള്ളെന്ന് പറയുന്നത് ശരിക്കും അവരുടെ രോമമാണ്. ആ രോമം സ്ട്രോങ് ആവണതാണ്, അവർക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ട്രോങ് ആവുന്നതാണ്.
അവരങ്ങനെയാണ് അവരുടെ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതും തന്നെ ഇതിൽ ധാരാളമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൂറികൾ ധാരാളമുണ്ട്. ഞങ്ങളിവിടെ നാടൻ പേര് ചെമ്മലപ്പട്ട എന്നാണ്. ഞാൻ കുറച്ച് നേരത്തെയാണ് ട്രക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4:40 ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് മേലേക്കൊക്കെ ഈ തരത്തിലുള്ള പുല്ലുകളുടെ ഇടയിലൂടെ ആയിരിക്കും നമ്മളുടെ എന്താ പറയുക ട്രക്കിംഗ് എന്ന് പറയുന്നത്. ഇത്ര നേരത്തെ ട്രക്ക് ചെയ്യുന്നതിൻ്റെ കാരണം വേറെ ഒന്നുണ്ട്. സൺസെറ്റ് പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം എന്ന് കരുതിയിട്ടാണ്. അതായത് നമ്മളുടെ സ്റ്റാൻഡ് അത്യാവശ്യം വലിയ സ്റ്റാൻഡാണ്. നമുക്ക് ഒരു മാങ്ങയൊക്കെ ചാടിക്കാം, അല്ലെങ്കിൽ ചക്കയൊക്കെ ചാടിക്കാം, അതിന് പറ്റുന്ന സ്റ്റാൻഡാണ്. നമ്മൾ പോകുന്ന റൂട്ട് ഇങ്ങനെയാണ്. അടിപൊളിയാണ്, കൊള്ളാം. ഞാനേ ഒറ്റയ്ക്കാണ്. ഇന്നത്തെ ദിവസം നമുക്ക് നിർണായകമാണ്. കാരണം ഇങ്ങനെ നമ്മൾ ഇതുവരെ ക്യാമ്പ് ചെയ്തിട്ടില്ല, അതാണ് പ്രധാനം. ഇപ്പം ഞാൻ ഈ പോകുന്ന വഴിക്ക് അവിടെ നിങ്ങളൊരു മനുഷ്യൻ്റെ ശബ്ദം പോലും കേട്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ മൈക്കിൻ്റെ പവർ കൊണ്ടല്ല, ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് കണ്ടങ്ങൾ നല്ല ടൈറ്റ് കാട് തന്നെയാണ്. പുൽക്കാടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മേലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് താഴെ ഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ വ്യൂ ഒക്കെ വന്നു തുടങ്ങി. കണ്ടാ, നമ്മൾ കുറച്ച് കയറിയുള്ളൂ. ഇവിടേക്ക് തന്നെ നമുക്ക് അത്യാവശ്യം വ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നല്ല, ഇതിന് മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിലും മനോഹരമാണ്, അതിലും മനോഹരമാണ് പറഞ്ഞില്ലേ. അടിപൊളി ഏരിയ ആണ്, വെറുതെ പറയുന്നതല്ല. ഞാൻ ഇവിടെ കുറേ ആയി ഒന്ന് ക്യാമ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം. എനിക്ക് തോന്നുന്നേ കുറേ മുമ്പ് ഞാൻ വന്ന ഒരു സമയത്ത് ഇത്ര കണ്ടൊന്നും കാട് മൂടി കെട്ടി കിടക്കുന്നൊരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ എനിക്കിപ്പോൾ ഒന്നും കൂടി ഒന്ന് വൈബ് തോന്നും. അവിടെ 90% ഒക്കെ കയറി സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റുമോ അറിയില്ല. സൂര്യനൊക്കെ കാർമേഘത്തിൻ്റെ ഇടയിലാണ്. ഊൻ്റെ മക്കളെ, ഇതാണ് ഭംഗി, ഇതാണ്. ഇതുപോലത്തെ സ്ഥലമൊക്കെ തന്നെയാണ് നിങ്ങളും എന്നോട് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. എനിക്കറിയാം, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ, ചെറിയ ചെറിയ മലയും കുന്നൊക്കെ എന്ത് മനോഹരമാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം അവിടെ നിന്നിട്ട് സൂര്യപ്രകാശം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള വ്യൂ കിട്ടാൻ കുറച്ച് പണിയാണ്. രാവിലെ നമുക്ക് കിട്ടും ഉഷാറായിട്ട്. എന്താ, ഓ, നമ്മളൊന്നില്ലെങ്കിൽ ഈ ഒരു പാറയിൽ ഇവിടെ ടെൻ്റ് അടിക്കാം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് വേറെ എവിടേക്കെങ്കിലൊക്കെ മാറ്റി ചെയ്യാം, എങ്ങനെയും ചെയ്യാം. നോക്കട്ടെ, ഞാനിങ്ങനെ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കൊക്കെ കല്ല് മുമ്പ് വെട്ടിയിരുന്ന ഒരു ഏരിയ ആണത്. എന്തായാലും അടിപൊളിയല്ലേ മക്കളെ, എമ്മ വൈബ തരണേ. അത് ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള ചെറിയൊരു കുന്നിൻ്റെ മുകളിലേക്കൊന്ന് കയറിക്കഴിഞ്ഞാലും കാണുന്ന കാഴ്ച ഈ പറഞ്ഞ മാതിരി മേഘാലയയിലെ കുന്നിൻ്റെ മേലിൽ നിന്ന് നോക്കുന്നത് പോലെയൊക്കെ തന്നെയാണ്. ക്ലൈമറ്റ് മാത്രമല്ലേ ഒരു ചേഞ്ച് ഉള്ളൂ. ക്ലൈമറ്റും തന്നെ വൈകിട്ടാകുമ്പോഴേക്കൊക്കെ നല്ല തണുപ്പ് കയറി വരും. നോക്കാം നമുക്ക് അല്ലേ. കുറച്ച് വെള്ളം കുടിക്കാം നമുക്ക്. സാധനങ്ങൾ ഇവിടെ ഇക്കട്ടെ, നമുക്ക് ഇരുടാവുമ്പോഴേക്ക് വിറകുകൾ ശേഖരിക്കണം. ഇനി സൺസെറ്റിന് വലിയ സമയമല്ല, 1 മണിക്കൂർ കൂടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റ് ആകണം. ഇപ്പോഴത്തെ വെളിച്ചം നോക്കേണ്ടത് ഇപ്പോൾ പോവും. നമുക്ക് ഈ ഒരു കാട്ടിൽ നിന്ന് വേണം കിട്ടാൻ. പിന്നെ ടെൻറ്റ് ഞാൻ പിച്ച് ചെയ്യണമെന്ന് കരുതുന്നത് ഈ ഒരു ഏരിയയിൽ ഇങ്ങനായിട്ടാണ്. ഇവിടെയാണ് കുറച്ച് നിരന്ന സ്ഥലമുള്ളത്. നമ്മൾ കിടക്കണമെങ്കിൽ ഉറങ്ങണമെങ്കിൽ കുറച്ച് നിരന്ന സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിവിടെയാണുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് പിച്ച് ചെയ്യാന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടേക്ക് നൈറ്റിൽ ആരെങ്കിലും വരുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വരലുണ്ടോയെന്ന് അറിയില്ല, ചെക്കന്മാരായാലും കേരളമുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തൊക്കെയായാലും രാത്രി ഒരു സംഭവമായിരിക്കും ഇവിടെ. അപ്പോൾ ഈ ഒരു പുല്ലുകളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന കണ്ടുകൾ, ഇതൊന്നും എന്താ പറയുക, ഓട്ടോമാറ്റിക്കലി ഇവർ വീഴുന്നതും ഉണ്ട്. പക്ഷേങ്കിൽ ഇതങ്ങനെയല്ല. അപ്പോൾ അവിടെ ഈ ഒരു ഏരിയ കണ്ടങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനകത്ത് ഒന്ന് ആ ഒരു സ്പേസിൽ കിടക്കാൻ പറ്റുന്നൊരു മൃഗം വന്ന് കിടന്നതാണ്. ഒരു മൃഗം എന്ന് പറയുമ്പോൾ അധികം പന്നി ആവാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടോ, ചിലപ്പോൾ നായ്ക്കളാവാം. ഇതിലൊക്കെ അവർ ആർമാദിച്ചതാണ്. അതുപോലെ അതിലൊക്കെ ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യേണ്ടത് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് ആരും കൂട്ടിക്കൂടി എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, എനിക്ക് ഇന്നിപ്പോഴാണ് സൗകര്യം. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് കിട്ടുന്ന ഒരാളെ കിട്ടണം. അപ്പോൾ അല്ലാതെ എൻ്റെ കൂടെ വരാൻ ഒരാൾ തയ്യാറാണ്, അയാളുടെ സൗകര്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് പറ്റുന്ന വരില്ല. എനിക്ക് വേറെ പ്രോഗ്രാമുകളില്ലേ, വേറെ നമുക്ക് ഓടണം, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒട്ടുമിക്ക സമയത്തും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ മാത്രമല്ല, മുമ്പ് ഒരാളെ കൂടെ കൂട്ടിയത് ക്ഷീണം എനിക്കിതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ഇനി അത്തരത്തിലൊരു ക്ഷീണം പറ്റാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് കാട്ടിനുള്ളിലേക്ക് നമ്മൾ കയറുന്നു. ഇവിടെയൊക്കെ ശ്രദ്ധിക്കണം.
ഈ ഒരു കൊമ്പ് ഇത് നല്ല വലിയ മരം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിലെങ്ങനെ ഒരു വഴി കാണാം. ഇത് ഈ കാടിൻ്റെ ഉള്ളിലാണ് ഈ വഴി കിടക്കുന്നത്. ഇതൊന്നും മനുഷ്യന്മാരുണ്ടാക്കുന്ന വഴികളല്ല. അപ്പോൾ വഴി ഇതിലിങ്ങനെ പോകുന്നുണ്ട്. ചവിട്ട് പോയി. ഇതൊന്നും മനുഷ്യന്മാരുണ്ടാക്കുന്നതല്ല. മനുഷ്യന്മാരാണ് ഇടായി നടന്നു പോകുന്നതെങ്കിൽ ഏതാണ്ട് ഈ ഒരു ഭാഗങ്ങളിലെ പുല്ലൊക്കെ മാറി നിൽക്കും. പക്ഷേ ഇത് മനുഷ്യന്മാരുടെ വഴികളല്ല മക്കളെ. അതാ പറഞ്ഞത്. നമ്മളിതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ക്യാമ്പിംഗ് ഉള്ളത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മുള്ളമ്പായ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ എൻ്റെ പേര് പറയാറില്ല. ഈ മുള്ളമ്പായൊക്കെ പഴുത്ത് കഴിഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലേ? ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല കൊമ്പിട്ടിയാൽ മതി. ഇത് പൂതലൊന്നല്ല. നല്ല ഉണങ്ങി നല്ലൊരു കൊമ്പായിരുന്നു. അടിപൊളി. ഈ വിറക് തികയോ എനിക്കറിയില്ല. പക്ഷേ ഈ തൽക്കാലം ഇത്രമാത്രം ശേഖരിക്കുന്നുള്ളൂ. ഇതൊക്കെ ഇനി കുത്തി ചെറുതാക്കാണ്ടേ. ഓക്കെ, ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ള അറിയാം. സാധാരണ ഈ പറമ്പിലൊക്കെ നമുക്ക് ചൂലുണ്ടാക്കാൻ പറ്റുന്ന പുല്ലുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ അത്തരത്തിൽ പുല്ല് കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പുല്ലെടുക്കുന്നത്. ചൂലാണ്, നമ്മൾ ചൂലുണ്ടാക്കുകയാണ്. എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇവിടെ. കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്ര മനോഹരമായിരിക്കും അത്. ഇതൊക്കെ നമ്മൾ മരം മുറിച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത് വമ്പേക്ക്. എന്നാൽ പിന്നെ ഞാനേ നമ്മുടെ ടെൻറ്റ് ഇവിടെ ഒരു പിച്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഈ നേരം വരെ ഇവിടേക്ക് മനുഷ്യരായിട്ട് ആരും വന്നിട്ടില്ല, മൃഗങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. എല്ലാവരും നമ്മൾ വെയിറ്റ് ചെയ്യണം. വരുന്നവർ വരട്ടെ അല്ലേ? ടെൻറ്റ് ഇട്ടിട്ട് ഇപ്പം നമ്മൾക്ക് ഒരു ശീലം വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെൻറ്റൊക്കെ പെട്ടെന്ന് പിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടെൻറ്റ് നമ്മൾ വാങ്ങിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് ഇട്ട് നോക്കുന്നത്. ഇവിടെ ഒരു പൊട്ടലുണ്ടോ ഈ ഒരു കമ്പനി. പരിഹരിക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ഈ ടെൻറ്റ് വാങ്ങിയാൽ തന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിരുന്നു അത്ര പോരാ, ക്വാളിറ്റി ഇല്ല എന്നുള്ളതൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് റിട്ടേൺ പോളിസി കഴിഞ്ഞിരുന്നു. അതാണ് പേച്ചത്. ടെൻറ്റിൻ്റെ ഇവിടെ ഊര ഞെട്ടിയതുപോലെ ഉണ്ടോ, ഇതിങ്ങനെ നിൽക്കേണ്ടതാണ് പെർഫെക്റ്റായിട്ട്. പക്ഷേ അങ്ങനെ നിൽക്കുന്നില്ല, പറ്റിപ്പോയി. ഇനിയിപ്പോൾ വേറെ ടെൻറ്റ് വാങ്ങേണ്ടി വരും. ചെറുതായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയല്ലേ. സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അത് കാർമേഘത്തിൻ്റെ അടിപ്പെട്ടിട്ട് അങ്ങനെ പോയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടെ തിരക്കിട്ട പണിയിലായിരുന്നു. ആ ടെൻറ്റിൻ്റെ ആ ഒരു നൊടിച്ചിൽ ഒന്ന് മാറ്റാനുള്ള പരിപാടി എന്താ, അതൊന്ന് നൈസായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇപ്രാവശ്യം കൂടിയും അങ്ങനെ പോവും. അടുത്ത പ്രാവശ്യം കൂടെയൊക്കെ പോകേണ്ടി വരും. എന്താ പൊക്കമുള്ള ഇനി സാധനങ്ങളൊന്നും ഇവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇരുടായി, ഏതാണ്ടൊക്കെ ഇരുടായി. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതൊക്കെ ഉള്ളിലേക്ക് വെക്കാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ടെൻറ്റ് ഒരുപാട് നേരം ഓപ്പൺ ആക്കി ഇട്ടത് കൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ടെൻറ്റ് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടത്. ഇത് വളരെ ശരിയാണ്. അങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യത്തിന് മാത്രം തുറക്കുക ടെൻറ്റ്. വെള്ളം പുറത്തുനിന്ന് നോട്ടെ, ആവശ്യം കഴിഞ്ഞാൽ അടക്കുക.
ഇപ്പൊ സമയം അധികം ആയിട്ടില്ല. താഴെ ഭാഗത്തൊക്കെ ലൈറ്റുകളൊക്കെ കത്തി തുടങ്ങി കേട്ടോ. 6:15 ഇപ്പൊ സമയം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഈ നേരെ എതിർവശത്തുള്ള ഒരു മലയുണ്ട്, ആ ഒരു കുന്ന്. ആ ഒരു കുന്നിൽ നിന്നും ഈ പറഞ്ഞ പോലെ വള്ളിനരികളുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ അല്ല, ഇപ്പൊ അവർ ഓഫായി. ഒരു ആറാണ്ടേന്ന് അവർ പല ടൈപ്പിൽ ശബ്ദം ഉണ്ടാക്കും കേട്ടോ. പിന്നെ നമ്മുടെ ടെന്റ് ഒക്കെയാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. അത് ഞാൻ ഈ നേരം വരെ ഇല്ലായിരുന്നു, ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ ഒരു ലൈറ്റ് കണ്ടത്. ചെങ്ങന്മാർ നൈസായിട്ട് നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാണ്. കുറുക്കന്മാർ അല്ലെങ്കിൽ വള്ളിനരികൾ, കുറുനരികൾ ഇവർ കൂക്കി തുടങ്ങി. നമ്മൾ സാധാരണ കുറുക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ അവർ കൂക്കി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശല്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അവർ ടീമായിട്ട് വന്നാൽ നമ്മളെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാമ്പിങ് പാതിക്ക് വെച്ച് നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ എറിഞ്ഞുകൊണ്ട് നമ്മൾ പായേണ്ടി വരും. അതൊക്കെ ഉണ്ട്. തീ ഇവിടെ നല്ല കാറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ കത്തിക്കിട്ടൽ കുറച്ച് പണിയാണ്. ആണ് കുറുക്കന്മാരെ സൗണ്ട്, അതായത് ഈ കുറുനരികളുടെ സൗണ്ട് അപ്പുറം ഇപ്പുറവും കേൾക്കുക. ആകെ സീന്. എന്നാൽ തന്നെ നമ്മൾ ആ സൈഡിലേക്കൊക്കെ ഒന്ന് ടോർച്ച് അടിച്ച് നോക്കാം. ടെൻറ്റിൽ ഇത്ര അടുത്ത് തന്നെ ഇട്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്യാമറ കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ ഓടി വാപ്പായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കണ്ട. ഇപ്പോൾ നമുക്ക് കുറുക്കന്മാരുടെ സൗണ്ട് കേട്ടത് ആ ഒരു ഭാഗത്തു നിന്നാണ്, ആ ഒരു മലയിൽ നിന്നാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ടുള്ള സൈഡിൽ നിന്ന്. ഈ ഒരു ഏരിയ, അതായത് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറൊരു മനുഷ്യ കുഞ്ഞിവിടെ ഇല്ലല്ലോ. അപ്പം ഞാനീ പറഞ്ഞ പോലെ കുക്കിംഗ് പരിപാടി നോക്കട്ടെ. നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കാം. ഷൂവിനെ കഴിച്ചിട്ട് നേരെ ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. വേറെ എന്താ വെച്ചല്ലേ, ഇതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കയറി അതും പോലെ. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും കറി മാത്രമേ ഉണ്ടാക്കേണ്ടതുള്ളൂ. ആഹാ, പാറയിൽ ഇരിക്കാനും എന്ത് സുഖം. അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റായതുകൊണ്ട് പുകയൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളുടെ തക്കാളി, പച്ചമുളക്, ഇത് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ കുറച്ച് അയില വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയിലയാണ് നമ്മളുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. ഇതൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പണി തീരും. കത്തി ഞാൻ ഇവിടെ വന്നിട്ട് ഉപയോഗിച്ചിട്ടല്ല, ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ബാക്കിക്കൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ഇതിന് വന്നാലോ പറയാൻ വേണ്ടി പറ്റില്ല. നമ്മൾ പാടത്ത് കടന്ന പോലെയൊന്നല്ല, ഇത് സ്ഥലം വേറെയാണ്. അപ്പം തന്നെ പല ജാതി സൗണ്ട് ഞാൻ കേട്ടു. ഈ ഒരു ക്യാമ്പ് ഫയർ കത്തിക്കണതിൻ്റെ മുമ്പ് വരെ. കത്തിച്ചതിന് ശേഷം ഇപ്പം ഇങ്ങോട്ട് ശബ്ദമൊന്നും കേൾക്കാല്ല. എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളത് കണ്ടറിയാം. ഞാൻ പറഞ്ഞതുപോലെ നല്ല കാറ്റുണ്ട്. ഈ കാറ്റത്ത് ഇപ്പോൾ ഇതൊക്കെ നടപടിയാവും എന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം. നമ്മുടെ അടുപ്പിന് ആദ്യം മര്യാദയ്ക്കൊന്ന് സെറ്റ് ചെയ്ത് നിർത്തണം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, തീ ഇങ്ങോട്ടേക്ക് വരുന്നത്. ചട്ടി വെച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മളുടെ കയ്യിൽ കുറച്ച് കടുക് കയറിയിട്ടുണ്ട്. കടുക് ആ കടുകിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പാക്കറ്റിൽ പൊതിഞ്ഞു കൊണ്ടുവന്നതാണ്. അപ്പോൾ കടുക് ഒന്നിങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉലുവന ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുത്തി ചാച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളുടെ തക്കാളി. ഇത് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം. ഒക്കെ ഒന്ന് വരണ്ട് വരട്ടെ. അപ്പോൾ ഈ പുളീനെ എടുത്തിട്ട് വെള്ളത്തിലിടണം. ഓക്കെ, ആവശ്യത്തിനുള്ള വെള്ളത്തിൽ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പിള്ളാക്കണ്ട, അത് വേറെ വിഷയം. കാറ്റെടുക്കുന്നതിന് വെള്ളമൊക്കെ നമുക്ക് ഫ്രണ്ട് കേസ് കൊടുക്കാം അല്ലേ. നമ്മൾ കുറേയൊക്കെ കാറ്റെടുക്കൽ ഒരു തടവുണ്ടാവും. ഉള്ളി ഇല്ലാത്തൊരു മീൻ കറിയാണത്. ഉള്ളി ഉണ്ട്, വെളുത്തുള്ളി മാത്രം. ഇത് നമ്മുടെ അയിലയാണ്. 3 അയില അല്ലാ, വെറും 3 അയില. അപ്പോൾ ഇനി നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. മസാലകളല്ല, നമ്മുടെ പൊടികളെ, കറി പൗഡറുകളൊക്കെ നമ്മളിങ്ങനെ മിക്സാക്കി കൊണ്ടുവന്നേക്കുമായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം ഉണ്ടാ ഒരു പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. അല്ല, ഞാൻ പാകത്തിന് ഇടുന്നുള്ളൂ. നിങ്ങളിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ലല്ലോ. പുളിവെള്ളം, സത്യം പറഞ്ഞാൽ ഇന്നത്തതാണ് ക്യാമ്പിങ്. ഇതുവരെ ചെയ്തതൊന്നുമല്ല. കാരണം നമ്മളുടെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മനുഷ്യന്മാരാരും ഇല്ലയെന്ന് അറിയുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മലയിൽ നമ്മൾ ഒറ്റക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോണ്ടല്ലോ
നമ്മളുടെ മനസ്സിലുള്ള ഒരുപാട് ചിന്തകളുണ്ട്, അതിരുവിടുന്ന ചിന്തകൾ. നമ്മളുടെ കറി വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ അയിലനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, ആകെ 3 അയിലുള്ളൂ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ. 3 അയില. താഴത്തേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ആകെ നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്ന ഒരു ആശ്വാസം ആ ലൈറ്റുകളാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാൽ നമ്മുടെ ടെൻ്റായി. ഇവിടേക്ക് നമ്മുടെ ഓടി ബാബനോട്ട് അടിച്ചു കൊടുത്താൽ ഓടി ബാബ ആ ഒരു വിങ്ങൊക്കെ സെർച്ച് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇപ്പം നമുക്ക് വൃത്തികെട്ട ശബ്ദങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഓക്കെയാണ് അവിടെ. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മളെ മീൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്മാരപ്പം ഞാനേ നൈസായിട്ട് ഭക്ഷണം കഴിക്കാൻ എവിടെയാണ് 8:30 ആയിട്ടുണ്ട്. ചപ്പാത്തിയാണ്, വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്നും അവൾ ഉണ്ടാക്കി തന്നതാണ്. ഞാനിങ്ങനെ വരുമ്പോഴൊക്കെ അവരുണ്ടാക്കി തരുന്നത് 4 ചപ്പാത്തി ഉണ്ട്. 4 മതി എനിക്ക്. നാളെ കൊണ്ടുപോയത് തന്നെ ബാക്കിയായിരുന്നു. കറി ഇതാണ് മീനിൻ്റെ അവസ്ഥ. നിങ്ങൾ എമ്മ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? മീൻ അടക്കട്ടെ. ഞാൻ ഇത് വേറെ ആർക്കും എടുത്ത് വെക്കാനൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലിട്ട് കഴിക്കാം, വേണമെങ്കിൽ ഇതിലിട്ട് കഴിക്കാം, എങ്ങനെയും കഴിക്കാം. ഞാൻ ഇതിലിട്ടുകൊണ്ട് തന്നെ, ഇതിലിടുകയെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം എന്നാണ് കരുതുന്നത്. ആദ്യം ഞാൻ കറി എന്താ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ചപ്പാത്തിയോട് കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പുളി, ഭയങ്കര പുളിയാണ്, അടിപൊളിയായിട്ടുള്ള പുളിയുണ്ട്. മീനില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും എനിക്കറിയില്ല. അതാണ് നിങ്ങൾ അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പറിക്കുമ്പോഴേക്ക് അതിലിങ്ങനെ അങ്ങോട്ട് പോരുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ വിശ്വസിക്കും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണം കേട്ടോ, ഉള്ളില്ലാതെ. അതുകൊണ്ടാണെന്നും അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സൈഡിൽ നിന്നാണ് സൗണ്ട്, അതായത് നമ്മൾ പറയില്ല കുറുനരിയുടെ സൗണ്ട് കേൾക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അവസാന തീയാണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ ഇനി എനിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. ക്യാമ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഓടി പോകാനൊക്കെ എഴുതുന്നത് നന്നാവും. ഇതിൻ്റെ കമ്പനി നെയിം എന്താണെന്ന് എനിക്കറിയില്ല, എങ്ങനെ ഒന്ന് ചോദിക്കരുത്. ഇതുമ്മല്ല പേരൊന്നുമില്ല ഇതുമ്മേ. ഇതിപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് യൂസ് ചെയ്യൽ തുടങ്ങി. ഇപ്പോൾ 9 മണിയാവാനായി. ഇപ്പം ഇതിൽ ചാർജ് കാണിക്കുന്നത് 49%. അത്യാവശ്യം ചാർജ് നിൽക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ബാറ്ററി യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. ഇത്തരം മരങ്ങളൊക്കെയാണ് നമ്മൾ കാര്യമായ രീതിയിൽ നോക്കേണ്ടത്. അതായത് ഈ മരം, ഇവിടെ ഒരു മരം ഉണ്ട് കണ്ട, ഇത്തരം മരങ്ങളൊക്കെ നമ്മൾ നോക്കാമെന്ന് വെച്ചാൽ ഇതുമ്മലൊക്കെ ജീവികൾ വന്നിരിക്കാൻ, അല്ലെങ്കിൽ മലമ്പാമ്പ് പോലത്തെ ജീവികളൊക്കെ വന്നിരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. കുറുക്കൻ്റെ സൗണ്ട് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത് ഈ ഒരു സൈഡിലേക്കാണ്. ഞാൻ ഐസായിട്ട് കയറി കിടക്കും. അപ്പോഴേക്ക് സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി എടുത്ത് വെക്കണം. ഓരോ സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കറി വെച്ച പാത്രവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെക്കണം. പിന്നെ സ്ലീപ്പിംഗ് ബാഗാണത്, സ്ലീപ്പിംഗ് ബാഗും തന്നെ വിരിച്ചിടണം കിടക്കാൻ വേണ്ടിയിട്ട്. ബാക്കി നമ്മുടെ കത്തി പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളതും തന്നെ അകത്തേക്ക് കയറ്റി വെക്കണം. നമ്മുടെ ഷൂ കാരണം പുറത്ത് കിടക്കേണ്ടത് അത് അകത്തേക്ക് കയറ്റി വെക്കണം. വെള്ളം ഞാൻ പുറത്ത് തന്നെ വെക്കുന്നത്, ബാക്കിയുള്ള എല്ലാം നമ്മൾ അകത്തേക്ക് കയറ്റി വെക്കണം. സമയം ഒരുപാടായിട്ടുണ്ട്, 9 മണി കഴിഞ്ഞു.
ഞാൻ നൈസായിട്ട് ടെൻറ്റിനകത്തേക്ക് കയറുവാണ്. ഓക്കെ, പുറത്ത് നല്ല നായ്ക്കളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നായകൾ ഓടിയിടുന്നു പുറത്തുനിന്ന് പറഞ്ഞാൽ അടിവാരത്തുനിന്ന്, ഇതിൻ്റെ താഴെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഞാൻ കിടക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് കിടന്നിട്ട് ആക്കണം, എന്നാലേ നമുക്ക് ഈ ടെൻറ്റിനകത്ത് കൊള്ളുള്ളൂ. അതാ അങ്ങനെ ഞാൻ നൈസായിട്ട് കിടന്നിട്ടുണ്ട്. എൻ്റെ തലയണയാണത്. എൻ്റെ തലയണയിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ. ഒഴിവാക്കിയിട്ടുണ്ട്. തലണമെന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് പിലോ. ഓക്കെ, അപ്പോൾ പിലോമിലാണ് ഞാൻ തല വെച്ച് കിടക്കാറ്. വെറുതെ പേടിച്ചതാ, ഓരോരോ പേടി. എന്നാൽ പിന്നെ അവിടെ നൈസായിട്ട് കിടന്നിട്ടുണ്ട്. രാവിലെ കാണാം. ഓക്കെ, കിടക്കുമ്പോഴൊന്നും കുഴപ്പമില്ല. പിന്നെ ദൂരെ റോട്ടിൽ കൂടെ വണ്ടികൾ പോകുന്ന ശബ്ദവും അനൗൺസ്മെൻറ്റിൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. കാറ്റടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായുള്ള ശബ്ദമുണ്ട്. അതന്നെ ഉള്ളൂ. എന്നാൽ പിന്നെ കുട്ടനായിട്ട് വീഡിയോ അതിൻ്റെ അപ്പം അല്ല കേട്ടോ. രാവിലെ ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട് മക്കളെ, എൻ്റെ പൊന്നു മക്കളെ സഹിച്ചില്ല സത്യം. ഞാൻ വന്ന് കണ്ടതാ ഒരു ദിവസം, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ രാവിലെ കാണാം. ഓക്കെ, ഹായ് ചെയ്യുമറേ, ഗുഡ് മോർണിംഗ്. സംഭവമുള്ള വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? ടൈം എന്തായി? 6:28. ഓ, പുറത്തത്തെ ഇതെന്താ അവസ്ഥ നോക്കല്ലോ. മക്കളെ നല്ല വെളിച്ചം വന്നല്ലോ. കുറച്ച് ലേറ്റായി പോയിട്ട് എണീക്കാം. ടെൻറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നൊരു വ്യൂ ആണത്. നമ്മൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് ഇന്നത്തെ എൻ്റെ പുലരി കേട്ടോ. കൊള്ളാം. നമുക്ക് സൺറൈസ് കിട്ടു നോക്കാം. സൺറൈസ് കിട്ടാൻ സാധ്യത ഉണ്ട്. ഇവിടെ ചോണൻ ഉറുമ്പുകളുടെ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഷുഗർ വേണം. അപ്പോൾ ഈ ഒരു നേരത്തെ താഴെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ മലനിരകളൊക്കെ നമുക്ക് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇതുവഴി പോകണം. ഇപ്പോൾ ഈ കാണുന്ന പുല്ലിലൊക്കെ നല്ല രീതിയിൽ മഞ്ഞുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മഞ്ഞുണ്ട്. നമ്മൾക്ക് ആ സൈഡിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ വന്ന ഭാഗത്തായിരിക്കും സൺറൈസ് ഉണ്ടാവുക. പക്ഷേ ഇത് കാണാൻ വേണ്ടി പറ്റും എനിക്ക് തോന്നുന്നില്ല. ക്ലൈമറ്റ് അങ്ങനെയാണ് കിടക്കുന്നത്. ഇതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ദൂരെ ഒരുപാട് ബിൽഡിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സൺറൈസ് കാണണമെങ്കിൽ അതാണ്ട് ആ സൈഡിലാണ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ ഒരു മലയുടെ ഒരു പ്രശ്നമുണ്ട്. ശവമുക്ക് നമുക്ക് ഇറങ്ങി ഇത്രയും താഴ്ചയിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് കയറണം. അപ്പോഴേക്കൊക്കെ സൂര്യ ഉദിച്ച് അതായത് ഉണ്ടെങ്കിൽ തന്നെ കാണാൻ വേണ്ടി പറ്റില്ല, തണുക്കുക. ഞാൻ അവിടെ നിന്ന് പോന്നു, സമയമായിട്ടും കാണാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പോന്നു കേട്ടോ. സമയമായി എന്നിട്ടും ഒന്നില്ലാതെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ആ ഭാഗത്ത് ഒരു ചുവന്ന ഇതിങ്ങനെ കാണാം, പക്ഷേ എങ്കിൽ സൂര്യനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, സണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എന്നാൽ പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ, ഇവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് വ്യൂ കിട്ടുന്നത്. വലിയൊരു വ്യൂ പോയിൻ്റ് ഒന്നും അല്ല എന്നാണെങ്കിലും ഇവിടെ നിന്ന് കാണുന്ന ഈ കാഴ്ച അതിമനോഹരമാണ്.
സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങാതെ തിരിച്ചു പോവുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും കാരണത്താൽ ഞാൻ തിരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു നിമിഷം ഒരിക്കലും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മളൊരു ക്യാമ്പിങ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നൈറ്റിൽ നമ്മൾ വന്ന് കയറുന്ന സമയത്ത് നമുക്ക് ഇത് ആസ്വദിക്കാനോ അല്ലെങ്കിൽ ഇതിനോട് ഒത്തു നിൽക്കാനോ ഉള്ള സമയമല്ല. അങ്ങ് വെറുതെ 10 മിനിറ്റ് ഇരിക്കാൻ പോലും നമുക്ക് സമയമില്ല. കാരണം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കണം, അത്തരം ബിസിയാണ്. ഇപ്പം ഈ ഒരു പുലർക്കാല വേളയിൽ ആണ് ഞാൻ മനോഹരമായുള്ള ഈ ഒരു കാഴ്ച കാണുന്നത്. എന്താ പറയുക, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ കിടന്നപ്പോഴുള്ള എൻ്റെ അനുഭവം പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കിടന്ന് ഒരു 12 മണി വരെയൊക്കെ നമ്മൾക്ക് ഈ കുറുനരികളുടെ ശബ്ദം കാരണമൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. കാരണം അവർ ആ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ഓളിയിടുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് ഈ ചെറിയ ജന്തുജാലങ്ങളുടെയൊക്കെ ശബ്ദങ്ങളായിരുന്നു. അല്ലാതെ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലൊന്നുമില്ല. പിന്നെ കാറ്റുണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ കാറ്റ് ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ടെൻറ്റിന് ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ആരോ കൊട്ടുന്നത് പോലത്തെ ഫീൽ നമുക്ക് കിട്ടി. അല്ലാതെ നമുക്ക് വേറൊരു തരത്തിലും വേറെ ആരും ഇങ്ങോട്ടേക്ക് വന്നതുമില്ല. ഞാൻ മാത്രം ഈ ഒരു പാറയിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. പിന്നെന്താ പറയാ, ഞാൻ ഒറ്റപ്പെടുകയെന്നല്ല കേട്ടോ, എൻ്റെ കൂടെ ഒരുപാട് ജന്തുജാലങ്ങൾ ഇവിടെ ഉണ്ട് അതേ സമയം. പക്ഷെ എനിക്കാരും കാണുന്നില്ല, അവർക്ക് എല്ലാവർക്കും എന്നെ കാണാം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പോയിന്റ്. അങ്ങനെയല്ലേ. ഏതായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഇപ്പോഴും സൂര്യനെ നമുക്ക് അവിടെ ഒരു ചുവപ്പായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നൈസായിട്ട് നമ്മളുടെ സാധനങ്ങളൊക്കെ കെട്ടിമടക്കി ഇവിടെ നിന്നും പോവാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം. നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും ഒരു കമൻറ്റ് ചെയ്താനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെങ്കിലും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനെന്നാൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് കെട്ടിപ്പൂട്ടി മടക്കി എടുക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാതെ എങ്ങനെ പോവാ ഇവിടെ നിന്നൊക്കെ അല്ലേ. അടിപൊളി സ്ഥലമല്ല മക്കളെ. സന്നതവിടെ വന്ന് നിൽക്കണേ, സന്നൊക്കെ എല്ലാ വട്ടത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആളിങ്ങനെ കാർമേയത്തിൻ്റെ അടുക്ക കൂടെ ഞാൻ പറഞ്ഞില്ല ആ സൈഡിലുണ്ടാവുക. നമ്മൾ നേരത്തെ പോയിരുന്ന സൈഡിൽ പോയി നിന്നാലും നമുക്ക് അത്ര കണ്ടൊരു വ്യൂ കിട്ടൂല. എല്ലാ സാധനം പാക്ക് ചെയ്തു, ടെൻറ്റ് മാത്രം ഒന്ന് ബാഗിൽ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതും തന്നെ കുടുക്കിയിട്ടുണ്ട്. ഇത് മാക്സിമം ബാഗിൻ്റെ ഉള്ളിലും ബാഗുമ്മലും പോകുന്നതാണെങ്കിൽ നമുക്ക് സുഖമാണ്. എന്നാൽ പിന്നെ ലോഡ് എടുക്കാം. ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് പിന്നെ കുറച്ച് കുറയും വെയിറ്റ്. റിട്ടേൺ പോകുമ്പോഴേ വെള്ളമൊന്നുമില്ലല്ലോ, വെള്ളമല്ല ഫുഡില്ല. പറയാൻ മറന്നു, ഞാൻ പോവുകയാണ്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ക്യാമ്പിംഗ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം എനിക്ക് വേണം. എല്ലാം നിങ്ങൾ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.